ഹലോ, ഗുഡ് മോർണിംഗ്. ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിയതാണ്. നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണമല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് പാറുവാണ് കേട്ടോ. ആ ഭാഗം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആളിതൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് കൊണ്ട് തന്നോളും. നമുക്ക് കഴിക്കേണ്ട പരിപാടിയുള്ളൂ. ഇതൊക്കെ പാപ്പൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഇത് വൈറ്റ് മാത്രമല്ല, റെഡും ഉണ്ട്. രണ്ട് ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ലിച്ചും ഇങ്ങനത്തെ കട്ടിങ്ങൊക്കെ ചെയ്യും, പക്ഷേ പാറുവിൻ്റെ അത്ര നന്നായിട്ട് ചെയ്യില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അതിൽ വിഷമില്ല, നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാം. പാപ്പന് ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഇപ്പം മഴയായിരുന്നു കുറച്ച് കുറവാണ്. ഇപ്പോൾ നോക്കൂ, ഇതിൽ നിറച്ച് കായകളുണ്ട്, കണ്ടോ? ഇതുപോലത്തെ കുറേ ചെടികളുണ്ട്. ഇത് പാപ്പനും മേമയാണ് കേട്ടോ. ഇവർ ഫുൾ ടൈം പറമ്പിലാണ്, ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പാപ്പൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം കൃഷി തന്നെയാണ്. പാപ്പൻ കൃഷി തുടങ്ങിയാൽ നമുക്ക് സുഖമാണ്. കുറേ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ഇതുപോലെ പല സാധനങ്ങളും ആളുണ്ടാക്കും, അതിൽ നമുക്കും കിട്ടുമല്ലോ. എന്തുണ്ടായാലും അത് 5 വീട്ടിലേക്കായിട്ട് എന്തായാലും ഉണ്ടാവും. കാലത്തിറങ്ങുന്നതാണ് കേട്ടോ പാപ്പൻ ഈ പറമ്പിലേക്ക്. അങ്ങനെ ഉണ്ടായ കഷ്ടപ്പാടിൻ്റെയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാനൊരു ദിവസം കുറേശ്ശെയായിട്ട് കാണിക്കാം എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് പാപ്പൻ്റെ അടുത്ത് നിന്നുള്ളത്. പിന്നെ അച്ഛൻ കുറച്ച് ചാമ്പയ്ക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് പാറുവാണ് കേട്ടോ. സാധാരണ എന്നും പാറുവാണ്. ക്യാരറ്റ്, ചാമ്പയ്ക്ക, അങ്ങനെ പല സാധനങ്ങളും അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കുന്ന ആൾ പാറുവാണ്. ഇന്ന് ഞാനത് ഏറ്റെടുത്തേ ഉള്ളൂ. സാധാരണ എനിക്കിതൊന്നും ചെയ്യേണ്ടി വരാറില്ല. അവരൊക്കെ ചെയ്ത് അവർ കഴിക്കും, എനിക്കും കൊണ്ടുതരും. ഇതിൽ കുറച്ച് ഉപ്പും മുളകും പച്ചമുളകും പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് 2 ദിവസം പോലും ഇരിക്കില്ല കേട്ടോ. ഇവർ വന്ന വഴിക്ക് കഴിക്കും. പിന്നെ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുടപ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ. പിള്ളേർ വരുമ്പോൾ അവർക്കും കൊടുക്കണം. ഇതേ മാമനും മക്കളും അർജൻറ്റീന ജയിച്ചതിൻ്റെ ആഘോഷത്തിലാണ്. ഇവിടെ 2 ടീമുണ്ട്, അർജൻറ്റീനയും പോർച്ചുഗലും. പോർച്ചുഗലിൽ പോയതിൻ്റെ വിഷമത്തിലാണ് പാറും കിച്ചും. അപ്പോൾ ഇന്നത്തെ വീഡിയോ